പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചനവായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെയുള്ള ഈ മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് 325-ാമത്തെ ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 4, റോമാലേഖനം അധ്യായങ്ങൾ 6ഉം 7ഉം, സുഭാഷിതങ്ങൾ അധ്യായം 27, വാക്യങ്ങൾ 4 മുതൽ 6 വരെ. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 4. പത്രോസും യോഹന്നാനും സംഘത്തിനു മുമ്പിൽ. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയത്തിൻ്റെ സേനാനായകനും സദുക്കായരും അവരുടെ നേരെ ചെന്നു. അവർ ജനത്തെ പ്രബോധിപ്പിക്കുകയും മരിച്ചവർക്ക് യേശുവിലുള്ള ഉത്ഥാനം പ്രഘോഷിക്കുകയും ചെയ്തിരുന്നതിനാൽ ഇവർ ഏറെ അസ്വസ്ഥരായിരുന്നു. ഇവർ അവരെ പിടികൂടി അടുത്ത ദിവസം വരെ തടവിലിട്ടു. കാരണം അപ്പോൾ സന്ധ്യയായി കഴിഞ്ഞിരുന്നു. വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു. അവരുടെ എണ്ണം 5000-ഓളമായി. പിറ്റേ ദിവസം ഭരണാധിപന്മാരും ശ്രേഷ്ഠന്മാരും നിയമജ്ഞരും ജെറുസലേമിൽ ഒന്നിച്ചുകൂടി. പ്രധാന പുരോഹിതനായ അന്നാസും കയ്യാഫാസ്, യോഹന്നാൻ, അലക്സാണ്ടർ എന്നിവരും പ്രധാന പുരോഹിത കുടുംബത്തിൽപ്പെട്ടവരും അവിടെ ഉണ്ടായിരുന്നു. അവരെ മധ്യത്തിൽ നിർത്തി അവർ ചോദിച്ചു, ഏത് ശക്തിയാലാണ് നിങ്ങളിത് പ്രവർത്തിച്ചത്? അല്ലെങ്കിൽ ഏത് നാമത്തിൽ? അപ്പോൾ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു, ഭരണാധിപന്മാരെ, ശ്രേഷ്ഠന്മാരെ, രോഗിയായൊരു മനുഷ്യനെ ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ്, എന്തിനാൽ ഇവൻ സുഖപ്പെട്ടു എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ ക്രൂശിച്ചവനും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ്, അതിൽ തന്നെയാണ് ഇവൻ ആരോഗ്യവാനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായി തീർന്ന കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. കാരണം നാം രക്ഷിക്കപ്പെടേണ്ടതിന് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയും അവർ നിരക്ഷരരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെടുകയും അവർ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ സുഖം പ്രാപിച്ച മനുഷ്യൻ അവരോടൊത്തു നിൽക്കുന്നത് കണ്ടതിനാൽ എതിർത്ത് പറയാൻ അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സംഘത്തിൽ നിന്ന് പുറത്തു പോകാൻ അവരോട് കൽപ്പിച്ച ശേഷം അവർ പരസ്പരം ആലോചിച്ചു, ഈ മനുഷ്യരോട് നാം എന്താണ് ചെയ്യുക? ഇവർ വഴി ശ്രദ്ധേയമായ ഒരടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ജെറുസലേം നിവാസികൾക്കെല്ലാം വ്യക്തമാണ്. അത് നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇത് ജനത്തിനിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ഒരു മനുഷ്യനോടും സംസാരിക്കരുതെന്ന് നമുക്കവരെ താക്കീത് ചെയ്യാം. അവർ അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഒന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? നിങ്ങൾ വിധിക്കുവിൻ. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തവയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അവരെ ശിക്ഷിക്കാൻ വഴിയൊന്നും കാണായികയാൽ ജനനിമിത്തം അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. എന്തെന്നാൽ സംഭവിച്ചതിനെ പ്രതി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചിരുന്നു. സൗഖ്യത്തിൻ്റെ ഈ അടയാളം സംഭവിച്ച മനുഷ്യന് 40-ലേറെ വയസ്സുണ്ടായിരുന്നു. വിശ്വാസികൾ ധൈര്യത്തിനായി പ്രാർത്ഥിക്കുന്നു. മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ശ്രേഷ്ഠന്മാരും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏകമനസ്സോടെ ദൈവത്തിങ്കലേക്ക് ശബ്ദമുയർത്തി പറഞ്ഞു, നാഥ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സകലത്തിൻ്റെയും സ്രഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിൻ്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ, ജനതകൾ രോഷാകുലരായതും ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്തതും എന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാരും ഭരണാധിപന്മാരും എഴുന്നേൽക്കുകയും ഒരുമിച്ച് കൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെതിരെ ഹെറോദേസും പന്തിയോസ് പീലാത്തോസും ജനതകളോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി. അവിടുത്തെ ശക്തിയും പദ്ധതിയും സംഭവിക്കുന്നതിന് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണിത്. കർത്താവെ, അങ്ങ് ഇപ്പോൾ അവരുടെ ഭീഷണികൾ ശ്രദ്ധിക്കണമേ. അവിടുത്തെ വചനം പൂർണ്ണധൈര്യത്തോടെ പ്രസംഗിക്കാൻ അങ്ങയുടെ ദാസന്മാർക്ക് ശക്തി നൽകണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യവും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിന് അവിടുത്തെ കൈകൾ നീട്ടണമേ.
പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. വിശ്വാസികളുടെ കൂട്ടായ്മ. വിശ്വാസികളുടെ സംഘം ഒരു ഹൃദയവും ആത്മാവും ആയിരുന്നു. ആരും തങ്ങളുടെ വസ്തുവകകൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം അവർക്ക് പൊതുവായിരുന്നു. അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിൻ്റെ ഉത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ വലിയ കൃപ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദരിദ്രനായി ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പിൻ്റെ ഉടമസ്ഥരോ വീട് സ്വന്തമായി ഉണ്ടായിരുന്നവരോ അവ വിറ്റുകിട്ടിയ തുക കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ പാദത്തിങ്കൽ വച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് നൽകപ്പെട്ടു. ബർണബാസ് എന്ന അപരനാമത്തിൽ അപ്പസ്തോലന്മാർ വിളിച്ചിരുന്നവനും, ഈ വാക്കിൻ്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ്. സൈപ്രസ് സ്വദേശിയും ലേവായനുമായ ജോസഫ് തനിക്കുണ്ടായിരുന്ന വയൽ വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ പാദത്തിങ്കൽ വച്ചു. റോമാലേഖനം അധ്യായം 6. ക്രിസ്തുവിൽ ജീവിക്കുന്നവർ. ആകയാൽ നാം എന്താണ് പറയേണ്ടത്? കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമെന്നോ? ഒരിക്കലും അരുത്. പാപത്തിന് മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നതെങ്ങനെ? ക്രിസ്തു യേശുവിലേക്ക് സ്നാനപ്പെട്ട നാം എല്ലാവരും അവൻ്റെ മരണത്തിലേക്കാണ് സ്നാനപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ മരണത്തിലേക്കുള്ള സ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. അത് ക്രിസ്തു മരിച്ചവരിൽ നിന്ന് പിതാവിൻ്റെ മഹത്വത്താൽ ഉയർത്തെഴുന്നേറ്റ പോലെ നാമും ജീവൻ്റെ പുതുമയിൽ നടക്കേണ്ടതിനാണ്. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചെങ്കിൽ നാം ഉത്ഥാനത്തിൻ്റേതിനോട് ആകും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപകരമായ ശരീരം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണം ഇനിമേൽ അവനെ ഭരിക്കുകയില്ല. എന്തെന്നാൽ അവൻ മരിച്ചു, പാപത്തിന് അവൻ എന്നേക്കുമായി മരിച്ചു. എന്നാൽ അവൻ ജീവിക്കുന്നു, ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തിന് മരിച്ചവരാണെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് വിട്ടുകൊടുക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് വിട്ടുകൊടുക്കുവിൻ. പാപം നിങ്ങളെ ഭരിക്കുകയില്ല. കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. നീതിയുടെ അടിമകൾ. അതുകൊണ്ടെന്ത് നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല, കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമെന്നോ? ഒരിക്കലും അരുത്. നിങ്ങൾ അനുസരണമുള്ള അടിമകളെപ്പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അയാളുടെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്കുള്ള പാപത്തിൻ്റെ, അല്ലെങ്കിൽ നീതിയിലേക്കുള്ള അനുസരണത്തിൻ്റെ. ദൈവത്തിന് നന്ദി. കാരണം പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് നൽകപ്പെട്ട പ്രബോധനം ഹൃദയപൂർവ്വം നിങ്ങൾ അനുസരിച്ചു. പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായി. നിങ്ങളുടെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങൾ അശുദ്ധിക്കും കടുത്ത അതിക്രമത്തിനും അടിമകളായി സമർപ്പിച്ച പോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങൾ വിശുദ്ധീകരണത്തിനുള്ള നീതിയുടെ അടിമകളായി സമർപ്പിക്കുവിൻ. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതി സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രരായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. ഇപ്പോഴാകട്ടെ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിപ്പെട്ടിരിക്കുകയാൽ നിങ്ങൾക്കുള്ള ഫലം വിശുദ്ധീകരണത്തിലേക്കും അവസാനം നിത്യജീവനിലേക്കുമുള്ളതാണ്. പാപത്തിൻ്റെ വേതനം മരണമാണ്. ദൈവത്തിൻ്റെ കൃപാദാനമാകട്ടെ നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിലുള്ള നിത്യജീവനും. റോമാലേഖനം അധ്യായം 7. നിയമത്തിൽ നിന്ന് മോചനം. സഹോദരരെ, നിയമത്തിനൊരുവൻ്റെ മേൽ അധികാരമുള്ളത് അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മാത്രമാണെന്ന് അറിഞ്ഞുകൂടെ? നിയമം അറിയാവുന്നവരോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. വിവാഹിതയായ സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവുമായി നിയമത്താൽ ബന്ധിതയാണ്. ഭർത്താവ് മരിച്ചാൽ ഭർത്താവിനെ സംബന്ധിച്ച നിയമത്തിൽ നിന്ന് അവൾ ഒഴിവാക്കപ്പെടുന്നു. അതുകൊണ്ട് ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യപുരുഷൻ്റേതായാൽ അവൾ വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെടും. ഭർത്താവ് മരിച്ചാൽ നിയമത്തിൽ നിന്ന് അവൾ സ്വതന്ത്രയാകും. പിന്നീട് മറ്റൊരു പുരുഷൻ്റേതായാൽ അവൾ വ്യഭിചാരിണിയാകുന്നില്ല. അതുപോലെ എൻ്റെ സഹോദരരെ, ക്രിസ്തുവിൻ്റെ ശരീരത്തിലൂടെ നിയമത്തിന് നിങ്ങളും മൃതരായിരുന്നു. ഇത് നിങ്ങൾ മറ്റൊരുവൻ്റേത്,
മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവൻ്റേത് ആകേണ്ടതിനും അങ്ങനെ നാം ദൈവത്തിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കേണ്ടതിനുമത്രേ. നാം ജഡികരായിരുന്നപ്പോൾ മരണത്തിനു വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നിയമം വഴി പാപകരമായ ദുരാശകൾ നമ്മുടെ അവയവങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴാകട്ടെ നാം നമ്മെ അടിമപ്പെടുത്തിയിരുന്നതിന് മരിച്ച് നിയമത്തിൽ നിന്ന് മോചിതരായി. ഇതാത്മാവിൻ്റെ പുതുമയിൽ അക്ഷരത്തിൻ്റെ പഴമയിലല്ല നാം ശുശ്രൂഷിക്കേണ്ടതിനാണ്. നിയമത്തിൻ്റെ സ്വാധീനം. ആകയാൽ നാം എന്തു പറയണം? നിയമം പാപമെന്നോ? ഒരിക്കലുമല്ല. എങ്കിലും നിയമത്തിലൂടെ അല്ലാതെ പാപം എന്തെന്ന് ഞാൻ അറിയുമായിരുന്നില്ല. മോഹിക്കരുത് എന്ന് നിയമം പറയാതിരുന്നെങ്കിൽ മോഹമെന്തെന്ന് ഞാൻ അറിയുമായിരുന്നില്ല. എന്നാൽ കൽപ്പന വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നിലുളവാക്കി. നിയമമില്ലാതെ പാപം നിർജീവമാണ്. ഒരു കാലത്ത് നിയമം കൂടാതെ ഞാൻ ജീവിച്ചു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം സജീവമാവുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനു വേണ്ടിയുള്ള കൽപ്പന എനിക്ക് മരണത്തിനുള്ളതായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിക്കുകയും അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു. ആകയാൽ നിയമം വിശുദ്ധമാണ്, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. പാപത്തിൻ്റെ സ്വാധീനം. അപ്പോൾ നന്മയായത് എനിക്ക് മരണമായി തീർന്നെന്നോ? ഒരിക്കലുമല്ല. നന്മയായതിലൂടെ പാപം എന്നിൽ മരണമുളവാക്കി. പാപം പാപമായി തന്നെ കാണപ്പെടുന്നതിനും കൽപ്പന വഴി അത്യധികം പാപകരമായി തീരുന്നതിനും വേണ്ടിയാണത്. അപ്പോൾ നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു. ഞാൻ പാപത്തിൻ കീഴിൽ വിൽക്കപ്പെട്ട ജഡികനാണ്. ഞാൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല പ്രവർത്തിക്കുന്നത്, വെറുക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ചെയ്യുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്കാകും, എന്നാൽ നല്ലത് ചെയ്യാനാകുന്നുമില്ല. ഇച്ഛിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ല, മറിച്ച് ഇച്ഛിക്കാത്ത തിന്മ ഞാൻ പ്രവർത്തിക്കുന്നു. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ടെന്ന തത്വം ഞാൻ കാണുന്നു. എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമത്തിൽ സന്തോഷിക്കുന്നു. എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ തടവുകാരനാക്കുന്നു. ഞാൻ ദുരിതപൂർണനായ മനുഷ്യൻ. മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? ദൈവത്തിന് നന്ദി, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെ സേവിക്കുന്നു, എൻ്റെ ശരീരം കൊണ്ട് പാപത്തിൻ്റെ നിയമത്തെയും. സുഭാഷിതങ്ങൾ അധ്യായം 27 വാക്യങ്ങൾ 4 മുതൽ 6 വരെ. ക്രോധം ക്രൂരതയാണ്, കോപം കുത്തൊഴുക്കാണ്. എന്നാൽ അസൂയയുടെ മുമ്പിൽ ആര് പിടിച്ചു നിൽക്കും? പരസ്യമായ കുറ്റപ്പെടുത്തലാണ് രഹസ്യമായ സ്നേഹത്തെക്കാൾ മെച്ചം. സ്നേഹിക്കുന്നവൻ്റെ മുറിപ്പെടുത്തലുകൾ ആത്മാർത്ഥതയുള്ളതാണ്, ദ്വേഷിക്കുന്നവൻ്റെ ചുംബനങ്ങൾ വഞ്ചനാത്മകവും. സ്നേഹപിതാവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു ദിവസം കൂടി വചനം വായിക്കാൻ കൃപ തന്നതിന് അങ്ങേ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാനാവാതെ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന പാപത്തിൻ്റെ സ്വാധീനമുള്ള ജഡികനായ, സ്വാഭാവിക ശക്തി കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്ത കർത്താവേ, ബലഹീനരായ ഞങ്ങളെ അങ്ങയുടെ പുത്രൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വീണ്ടെടുക്കുന്ന കൃപാവരത്തിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ പ്രഭാതം അങ്ങയുടെ കൃപ സ്വീകരിക്കാനായി ഞങ്ങളുടെ എല്ലാ ബലഹീനതകളോടും കൂടെ ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ നിൽക്കുന്നു. ഞങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഈ 325 ദിവസത്തിലാണ് നമ്മൾ. നോക്കുക, നമ്മൾ വളരെ ദൂരം യാത്ര ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ട് എന്ന് എനിക്കറിയാം. ഞാനും ഒരുപാട് സന്തോഷിക്കുന്നു. ദൈവം നമ്മളെ ഈ യാത്രയിലുടനീളം കൈപിടിച്ച് നടത്തിയ, നമുക്ക് ഈ വചന പാരായണം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ദൈവം സഹായിച്ച നന്മ നിറഞ്ഞ എത്രയോ വഴികൾ നമ്മൾ ഓർക്കുകയാണ്. നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിചിന്തനങ്ങളിലേക്ക് കടക്കാം. അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെക്കുറിച്ച് പറയപ്പെട്ട പ്രവചനം, അവർ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കും എന്നാണ്. ഈശോ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അപ്പസ്തോലന്മാരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും ഭരണാധികാരികളുടെയും മുമ്പിൽ നിൽക്കപ്പെടും. അവിടെ വെച്ച് നിങ്ങൾ എനിക്ക് സാക്ഷ്യം നൽകും.
അപ്പസ്തോലന്മാർ യേശുവിന് സാക്ഷ്യം നൽകിയത് അനുകൂലമായ സാഹചര്യങ്ങളിൽ മാത്രമായിരുന്നില്ല. നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്ത് ഭരണാധിപന്മാരുടെ മുമ്പിൽ, സെൻഹദ്രീൻ സംഘത്തിലെ പ്രമാണികളുടെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കപ്പെടുമ്പോഴും അവർ യേശുവിന് സാക്ഷ്യം നൽകി യേശുവിനെക്കുറിച്ച് പ്രഘോഷിച്ചു. എല്ലാ പ്രതിബന്ധങ്ങളും ഒരു വിശ്വാസിക്ക് അവസരങ്ങളാണ്. എല്ലാ പ്രതികൂലങ്ങളും ഒരു വിശ്വാസിക്ക് അനുകൂലമായ അവസരങ്ങളാണ്. എന്തിന്? യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ. നമ്മുടെ ക്രൈസിസുകൾ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ, വെളിപ്പെടുത്തുന്നുണ്ടോ എന്ന്, ക്രിസ്തു വെളിപ്പെട്ടു വരുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാനുള്ള ഒരാഹ്വാനം കൂടിയായി ഈ വായന മാറുകയാണ്. പ്രതികൂലത്തിൽ അവർ ചെയ്ത രണ്ടാമത്തെ കാര്യം, അവർ ഒരു കൂട്ടായ്മയായി ഏക മനസ്സോടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു എന്നതാണ്. ആ പ്രാർത്ഥനയുടെ ഒടുവിൽ അവർ സമ്മേളിച്ചിരുന്ന കെട്ടിടം കുലുങ്ങുകയും അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്തു. അസാധാരണമായ ഒരു ധൈര്യം സുവിശേഷ പ്രചാരണത്തിന് അവർക്ക് ലഭിക്കുകയും ചെയ്തു. നമ്മുടെ പ്രതികൂലങ്ങളെ നമ്മൾ നേരിടേണ്ടത് പ്രാർത്ഥന കൊണ്ടാണ്, കൂട്ടായ്മ കൊണ്ടാണ്. അവിടെയാണ് നമുക്ക് പ്രതിബന്ധങ്ങളിൽ തകരാത്ത ആത്മധൈര്യം ലഭിക്കുന്നത്. റോമാലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തു യേശുവിൽ ഒരാൾ മരിക്കുന്നതും അടക്കപ്പെടുന്നതും ഉയർക്കപ്പെടുന്നതുമാണ് ഒരാൾ തൻ്റെ ജ്ഞാനസ്നാനത്തിലൂടെ വിശ്വസിക്കുന്നതും ഏറ്റുപറയുന്നതും പ്രഖ്യാപിക്കുന്നതുമെന്ന് അപ്പസ്തോലൻ വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തുവിനോടുകൂടെ മാമോദീസായിൽ നാം മരിച്ചു, അടക്കപ്പെട്ടു, പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതുകൊണ്ട് പാപത്തിന് ഇനി നമ്മുടെ മേൽ ഭരണം നടത്താൻ അവകാശമില്ല. നമ്മൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. അതുകൊണ്ട് പാപം നമ്മുടെ മേൽ ഭരണം നടത്തരുത്. അതുകൊണ്ട് പാപവാസനകളെ ഉപേക്ഷിക്കാൻ അപ്പസ്തോലൻ നിർദ്ദേശിക്കുന്ന ഒരു മാർഗമാണ് അവയവങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നത്. 7-ാം അധ്യായത്തിൻ്റെ 14 മുതൽ അവയവങ്ങളിലെ, ശരീരത്തിലെ പാപത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ തന്നെ ആ നന്മ ചെയ്യാൻ, ആ നന്മ നിർവഹിക്കപ്പെടാൻ നമ്മെ അനുവദിക്കാത്ത വിധം ഒരു എതിർശക്തിയായി പ്രവർത്തിക്കുന്ന നമ്മുടെ ശരീരത്തിലെ പാപം, അവയവങ്ങളിലെ പാപം. അതുകൊണ്ട് അവയവങ്ങളിലെ പാപത്തെ നേരിടാനുള്ള വഴിയാണ് 6-ാം അധ്യായത്തിൽ സൂചിപ്പിക്കപ്പെടുന്നത്. അവയവങ്ങളെ ദൈവത്തിന് വിശുദ്ധീകരണത്തിനായി വിട്ടുകൊടുക്കണം. വിട്ടുകൊടുക്കണം എന്ന വാക്കാണ്, മനോഹരമായൊരു വാക്കാണത്. അതായത് എവിടെയാണോ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് ആ മേഖല അനുദിനം ദൈവത്തിന് അവിടുത്തെ കൃപ അതിൻ്റെ മേൽ വർഷിക്കുന്നതിനായി വിട്ടുകൊടുക്കണം. 7-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്ന മറ്റൊരു കാര്യം, നമ്മൾ പഴയ നിയമത്തിൻ്റെ കീഴിലല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ നിയമത്തിൻ്റെ കീഴിലാണ്. പലർക്കും ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുള്ളത് വിശ്വാസി ഒരു നിയമത്തിനും കീഴിലല്ല എന്നതാണ്. അത് ശരിയല്ല. മറിച്ച് നമ്മൾ ആചാരസംബന്ധമായ പരിമിതമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്ന പഴയ നിയമത്തിൻ്റെ കീഴിലല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ നിയമത്തിൻ്റെ കീഴിലാണ്. നമ്മൾ ഓർക്കണം, പഴയ നിയമത്തെക്കാൾ അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് ക്രിസ്തുവിൻ്റെ നിയമം. കാരണം പഴയ നിയമം ഒരു ആവറേജ് പാലനമാണ്, ഒരു ശരാശരി ധാർമ്മിക ജീവിതമാണ് വിശ്വാസികളിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ക്രിസ്തു ആവശ്യപ്പെടുന്നത് ഒരു ആവറേജ് നീതിയുടെ നിലവാരമല്ല, 100%. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ നീതിയാണ്, ക്രിസ്തുവിൻ്റെ നിയമമാണ് അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. അത് സുപ്പീരിയറാണ് പഴയ നിയമത്തെക്കാൾ, അതുപോലെ അത് ബെറ്ററാണ് പഴയ നിയമത്തെക്കാൾ, അത് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പഴയ നിയമത്തിൻ്റെ കീഴിലല്ല, ക്രിസ്തുവിൻ്റെ നിയമത്തിൻ്റെ കീഴിലാണ്. ആ ക്രിസ്തുവിൻ്റെ നിയമം അനുസരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ ദൈവിക വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ ഒരു സാധാരണ ശരാശരി ജീവിതം നയിക്കേണ്ടവരല്ലെന്നും, ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ പെരുമാറുന്നതിനേക്കാളും ഉയർന്ന നീതിയുടെ നിലവാരമാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നുമുള്ള ഒരു ചിന്ത നമ്മളെ എപ്പോഴെങ്കിലും ഭരിച്ചിട്ടുണ്ടോ? ഗിരിപ്രഭാഷണത്തിലൊക്കെ ഈശോ പറയുന്നത് പോലെയുള്ള സമ്പൂർണമായ വിരക്തിയും സമ്പൂർണമായ വിട്ടുകൊടുക്കലും സമ്പൂർണമായ സ്നേഹവുമൊക്കെയുള്ള ഒരു വളരെ ലോകത്തിന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഉയരമുള്ള ആഴമുള്ള ഒരു ജീവിതം ജീവിക്കാൻ പറ്റുന്നില്ല എന്നത് പോട്ടെ, അങ്ങനെ ജീവിക്കണമെന്ന് പോലും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല എന്നതാണ് ദുരന്തം. ഒരു ശരാശരി നീതിയുടെ നിലവാരത്തിൽ തൃപ്തിപ്പെട്ടു പോയി എന്നതാണ് നമുക്ക് മേൽ കാലമേൽപ്പിച്ച, പിശാചേൽപ്പിച്ച ഏറ്റവും വലിയ ദുരന്തം. ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും ഈ വചനപാരായണവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ അറിയണം, ഞാൻ ഡാനിയലച്ചൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ഈശോയെ പങ്കുവെക്കുക.
അനുഗ്രഹത്തോടെ, മഹത്വത്തോടെ, സ്നേഹത്തോടെ ജീവിക്കാനായി പരിശ്രമിക്കുക. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.